ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. എല്ലാവരും എന്ത് പറയണു? സുഖമായിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക. എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യൽ ബോട്ടിലാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വീതിയുള്ള ബോട്ടിൽ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. എന്നിട്ടൊരു വൈറ്റ് പെയിൻ്റൊക്കെ കൊടുത്ത് ഞാനൊരു ബേസൊക്കെ കൊടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാനൊരു വൈറ്റ് ബേസാണ് കേട്ടോ കൊടുത്തത്. എന്നിട്ട് എയർ ക്ലേ എടുത്തിട്ടുണ്ട്. നമ്മൾ വിഷുവിന് മുൻപ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വിഷുവിന് കണിക്കൊന്ന. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. കണിയും അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണനും ദീപവും ഒക്കെയാണ് നമ്മുടെ വിഷുവിനുള്ളത്. അപ്പോൾ അത് ഒന്ന് നമുക്ക് കുപ്പിയിലോട്ടൊന്ന് കൊണ്ടുവരണം. അതിനായിട്ട് ആദ്യം തന്നെ കണി ഒന്ന് ഒരുക്കാം. കണി ഒരുക്കാനായിട്ട് നമ്മളെല്ലാം ചെയ്യുന്നത് എയർ ക്ലേയിലാണ് കേട്ടോ. അത് എയർ ക്ലേക്ക് പകരം നിങ്ങൾക്ക് മോൾഡിറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അതും ചെയ്യാം. എന്നിട്ട് നമ്മൾ ഉരുളിയാണ് ആദ്യം വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഒരുപാട് കട്ടിക്ക് ഞാൻ എയർ ക്ലേ എടുക്കുന്നില്ല, ഇങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അധികം വേണ്ട. അപ്പോൾ കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ എയർ ക്ലേ വെച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ അത്രയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് ഷേപ്പ് ചെയ്തിടണം. ഇപ്പം പോപ്പ് സ്റ്റിക്കോ ടൂത്ത് പിക്കോ അതുപോലെ തന്നെ ക്ലേ ടൂൾ ഉണ്ടെങ്കിൽ ക്ലേ ടൂൾ എടുക്കാം, കത്തി ഉണ്ടെങ്കിൽ നൈഫ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ആ ഒരു രീതിയിലിരിക്കുന്ന എന്ത് സാധനങ്ങളും നമുക്ക് ഈ ഒരു പരിപാടിക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു പിടിഭാഗമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാം. അപ്പം നമ്മുടെ മനസ്സിൽ ആ ഉരുളി എങ്ങനെയാണോ ഇരിക്കുന്ന ആ ഇമേജ് മനസ്സിൽ കൊണ്ടുവന്നിട്ട് ചെയ്യാം. അപ്പോൾ ഇമേജ് എടുത്ത് വെച്ചോ അല്ലെങ്കിൽ വരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു മനസ്സിലൊരു ചെറിയ രീതിയിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു പോപ്പ് സ്റ്റിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കണം, ഒന്ന് ബൾജ് ചെയ്ത് ഉരുളിയിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് ചെയ്തു. പിടിയുടെ ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നമുക്ക് വയ്ക്കേണ്ടത് കണി ഒരുക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെയാണോ വെക്കുന്നത് ആ ഒരു ഇമേജിൽ മനസ്സിൽ കാണുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വെള്ളരിക്ക, അതുപോലെ തന്നെ പഴം, പൈനാപ്പിൾ, ചക്ക, തേങ്ങ ഉണ്ടാവും, അതുപോലെ തന്നെ മുന്തിരിങ്ങ. ഇതൊക്കെയാണ് ഞങ്ങൾ വെക്കുന്നത്. പിന്നെ വെജിറ്റബിൾസും വെക്കാറുണ്ട്, കുറച്ച് വെജിറ്റബിൾസും ഉണ്ടാവാറുണ്ട്. പിന്നെ വാൽക്കണ്ണാടി, മുണ്ട്, കണ്ണാടി, സിന്ദൂരം, കൊയിന്, ഇതൊക്കെയാണ് നമ്മൾ വയ്ക്കുന്നത്. സ്വർണം, ഇതൊക്കെ നമ്മൾ വയ്ക്കാറുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഒന്നും വന്നില്ലെങ്കിലും കുറച്ച് സാധനം നമുക്കിതിൽ വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പഴത്തിൻ്റെ ഷേപ്പ് എടുക്കുന്നുണ്ട്. ഇത് പഴം, ഒരു പടല പഴം ഇരിക്കുമല്ലേ, ഇപ്പോൾ 3 4 ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ്. അതിന് ഞാനിപ്പോൾ ഒരെണ്ണമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഓരോന്ന് ചെയ്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് നേരെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടേ ബാക്കി ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പടലയിൽ 3 പഴം ഇരിക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അത് എങ്ങനെയാണ് ഇരിക്കണേന്ന്. അപ്പോൾ അതുപോലെ നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ചുരുട്ടിയിട്ടൊക്കെ ചെയ്താൽ മതിയാവും. വളരെ ചെറിയ രീതിയിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര വലിയ രീതിയിൽ ചെയ്യുമ്പോഴാണ് ശരിക്കും എടുത്തറിയുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ മതിയാവും. എന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു 3 പഴം വെച്ചിട്ടുണ്ട്, ഒരു പടല പോലെ. എന്നിട്ട് വെള്ളരിക്ക, കണിയിൽ മെയിനായിട്ട് വേണ്ടത് കണി വെള്ളരിയാണ്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്, കുറച്ച് ചെറിയ വെള്ളരി കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ കണ്ടത് ഇതുപോലെ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേ നമ്മൾ ഓരോരോ ഫ്രൂട്ട്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി വേണ്ടത്, ഞാനൊരു ആപ്പിൾ ചെയ്തിട്ടുണ്ട്. വെറുതെ ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്നൊരു നടുഭാഗത്തൊന്ന് സെൻറ്റർ ഭാഗത്തൊരു കുത്ത് കൊടുത്താൽ മതിയാവും. അതൊരു ആപ്പിളായി. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ആപ്പിൾ പോലെയൊക്കെ തോന്നിച്ചാൽ മതി. പിന്നെ കളർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അറിയും. ഇനി വേണ്ടത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ മുകളിലൊരു ഇതുണ്ടല്ലോ, ആ ഒരു ലീഫിന് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ആ ഒരു കൊമ്പില്ലേ, ആ ഒരു ഇതിന് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടല്ല ചുരുട്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് കേട്ടോ.
അപ്പം നമ്മൾ ആ ഒരു കൊമ്പ് ഇതുപോലെ ഒരു 3-4 ഒരുമിച്ച് നിൽക്കുന്ന രീതിയിൽ ചെറുതായിട്ട് ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് കുത്താനൊക്കെ ടൂത്ത് പിക്കോ പിന്നോ അതുപോലെ തന്നെ നൈഫോ അതുപോലെ തന്നെ കത്തി പോപ്പ് സ്റ്റിക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇതിന് ക്ലേ ടൂള് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ അതിന് കൊടുക്കാവുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ അത് കുത്തി കുത്തി കൊടുക്കുകയാണ്. അതിലൊരു ഷേപ്പ് ഉണ്ടാവുമല്ലോ, ഒരു കുഞ്ഞു കുഞ്ഞു കുത്തൽ. ആ ഒരു കുത്ത് നമുക്ക് ആ പൈനാപ്പിൾ ആണെന്ന് അറിയാൻ വേണ്ടി, പെയിൻറ്റ് ചെയ്യുമ്പോൾ ശരിക്കും അറിയുള്ളൂ. അപ്പോൾ പൈനാപ്പിൾ ആണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു കുത്ത് 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 കൊടുക്കാം. അതിനാണ് ടൂത്ത് പിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മുന്തിരിങ്ങ ചെയ്യാനായിട്ട് ശരിക്കും എനിക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മുന്തിരിങ്ങ വെക്കുകയാണെങ്കിൽ ഉരുട്ടി 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 ചേർത്ത് ഒരു മുന്തിരിങ്ങയുടെ ചെറിയൊരു ഷേപ്പ്, അതിന് ആ ഒരു കോൺ ഗ്യാപ്പുണ്ട്, കോണായിട്ടിരിക്കുന്ന ഒരു ഗ്യാപ്പ് അവിടെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കിടത്തി ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടുത്തിങ്ങനെ ചേർത്ത് ചെയ്ത് വെക്കുക. അപ്പോൾ ഉരുട്ടിയിട്ട് ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിലും ഉണ്ടാവും ഒരു ചെറിയ ലീഫ്. അപ്പോൾ ആ ലീഫ് ചെയ്യണത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് അതിനകത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ചക്ക ഞാൻ ചെയ്തു വന്നപ്പോൾ അത് പൈനാപ്പിളിനേക്കാളും ചെറിയ ചക്ക ആയി എന്ന് തോന്നുന്നു. എന്നാലും ഞാൻ പരത്തി അത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കുത്തുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം സാധനം എന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി പെയിൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ക്ലേയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലൊരു ഇമേജ് എപ്പോഴും ഉണ്ടാവണം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിലുണ്ടായിട്ട് ഏകദേശം അതുപോലെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വാൽക്കണ്ണാടിയാണ്. വാൽക്കണ്ണാടിക്ക് ഈസി ആയിട്ടൊരു പരിപാടിയാണ്. വട്ടത്തിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ക്ലേ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ മിററില്ലേ, ചെറിയ മിറർ എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരിക്കും. ഇനി അതിൻ്റെ ഒരു പിടിയാണല്ലോ വെച്ച് കൊടുക്കേണ്ടത്. ആ ഒരു വാൽക്കണ്ണാടിക്ക് പിടിയുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ വാൽക്കണ്ണാടി എന്ന് തോന്നിയാൽ മതി. കാരണം ഇതൊക്കെ ചെറിയ രീതിയിലാണ് ചെയ്യുന്നത്, കുപ്പിക്ക് പറ്റുന്ന രീതിയിൽ. അപ്പോൾ അത് തോന്നിക്കണം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മുണ്ടില്ലേ ഇങ്ങനെ ഞൊറിവെടുത്തിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തെടുക്കാം. അത് എത്രത്തോളം ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കണ്ടത് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് നടുഭാഗത്ത് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ വര കൊടുത്തു എന്ന് വെച്ചാൽ ഇങ്ങനെ ഞൊറിവെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വരച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു ഫ്രൂട്ടും കൂടെ വെക്കാനുണ്ടായിരുന്നു. ഫ്രൂട്ട് അതെന്താണെന്ന് എനിക്കറിയില്ല. എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. പീച്ചിങ്ങ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, വെജിറ്റബിൾസ് എന്തെങ്കിലും. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്തായിരുന്നു എന്ന് അറിയുന്നില്ല. എന്തായാലും ഞാൻ ആ സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ ആപ്പിള്, ഓറഞ്ച്, മുന്തിരി എല്ലാം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കെന്താ കണിയായി. ഇനി നമുക്ക് പൂവാവണം, അതായത് കണിക്കൊന്നയ്ക്കായിട്ട് നമ്മൾ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം കൈകൊണ്ട് നമുക്ക് പ്രസ് ചെയ്ത് പരത്തി നമുക്ക് എതളുകൾ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യാം. ഇപ്പം ഈസി ആയിട്ട് വേഗം ഒരുപാടങ്ങ് ലെങ്തി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റാറാണ് എടുത്തിരിക്കുന്നത്, ചെറിയ കണിക്കൊന്ന കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റാർ മതി. സ്റ്റാർ എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള മോൾഡ്. ഇനി പരന്ന ഇതളുകളുള്ള ഷേപ്പിലുള്ളതും ഉണ്ട് കേട്ടോ. അത് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ചെറുത് മതിയെന്ന് ചിന്തിച്ചിട്ട് ഈ ഒരു കുപ്പിയിൽ പറ്റുന്ന രീതിയിൽ വേണമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ ക്ലേ പരത്തിയതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കാം. അതിൽ എന്നിട്ട് അവസാനം കുറച്ച് മൊട്ടായിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ ഈ കണിയിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു തണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പൂ വെക്കുമ്പം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് 5 ഇതളുള്ളത് 5ആയിട്ടും പിന്നെ 4 ഇതളുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് കളഞ്ഞിട്ട് അത് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഒട്ടിക്കാൻ. പിന്നെ ഞാൻ ഹാപ്പി വിഷു എന്നുള്ളത് എഴുതി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ക്ലേ ഷേപ്പ് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഇതുപോലെ കേട്ടോ. അത് വളരെ ഈസിയാണ്. ആ ഒരു ഷേപ്പിലോട്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ കണിയായിട്ടുണ്ട്, പൂവായിട്ടുണ്ട്, ഹാപ്പി വിഷു ആയിട്ടുണ്ട്. ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി ഉണ്ണിക്കണ്ണനെയും വിളക്കും ഒന്നും ഇതിനകത്ത് സ്ഥലമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റണില്ല.
അപ്പോൾ അതേ നമുക്കിനി കളർ ചെയ്ത് കൊടുക്കാം. കളർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഉരുളിക്ക് ബേൺ കളർ, അല്ലെങ്കിൽ ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ബേൺ അല്ലെങ്കിൽ ഇന്ത്യൻ റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളർ വരും. ആ ഒരു കളറിൻ്റെ മുകളിലോട്ട് ഉണങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ ബ്രോൺസ് ഉപയോഗിച്ചിട്ട് ടച്ച് ചെയ്തു, ഫുള്ളും കൊടുത്തു. എന്നിട്ട് മഞ്ഞ കളർ വെച്ചു. മഞ്ഞ കളർ ഏതിനൊക്കെയാണോ ടച്ച് ചെയ്യേണ്ടത് അതൊക്കെ വെച്ച് ഒരു ബ്രഷ് വെച്ചിട്ട് അങ്ങ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാത്തിനും ഓരോ ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പെട്ടെന്ന് പരിപാടി കഴിയും. ഇല്ലെങ്കിൽ കഴുകി ആ കളർ കളഞ്ഞിട്ട് വേണം അടുത്തത് ചെയ്യാൻ. അപ്പോൾ അതേ ഇനി വെള്ളരി. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു മഞ്ഞ കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊരു പച്ച കൊടുക്കണം. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ, വെള്ളരി എങ്ങനെയായിരിക്കണം, ഒരു പച്ച മഞ്ഞ കളറിലായിരിക്കും. പിന്നെ പൈനാപ്പിൾ ഒരു മഞ്ഞ കൊടുത്തെങ്കിലും അതിനുള്ളിൽ ബ്രൗൺ കളർ ഒന്ന് ടച്ച് ചെയ്യണം. ആ ഒരു എഫക്റ്റ് കിട്ടുക. ആ കുത്തുകുത്തിന് ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ബ്രൗൺ കൊടുത്തു. പിന്നെ അതിന് ലീഫിന് ഗ്രീനും കൊടുത്തു. പിന്നെ പഴത്തിന് ചെയ്യുമ്പോൾ പഴമാണെന്ന് അറിയണ്ടേ, ഫുൾ മഞ്ഞ കൊടുക്കരുത്. മഞ്ഞ കൊടുത്തിട്ട് അതിൻ്റെ ഒരു അരികത്തൊക്കെ ആയിട്ട് ചെറുത് കറുപ്പും ബ്രൗണും ഒക്കെ കൊടുക്കണം, ടച്ച് ചെയ്ത്. എന്നിട്ട് ചക്കയ്ക്ക് നമ്മൾ ഗ്രീൻ കൊടുത്തതിന് ശേഷം ആ കുത്തിൻ്റെ ഭാഗത്തായിട്ട് ജസ്റ്റ് മഞ്ഞ കളർ ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ആപ്പിൾ, ഓറഞ്ചും ആപ്പിളും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഓറഞ്ചും റെഡും കൂടെ ഒന്ന് കലർത്തിയിട്ട് ചെയ്യാം. പിന്നെ തേങ്ങ രൂപത്തിൽ ഞാൻ ഒരു ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അറിയും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പെയിൻറ്റ് അറിയാതിരിക്കാൻ വേണ്ടി എല്ലാം അടുപ്പിച്ച് തന്നെ നമ്മൾ കളറും ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഓറഞ്ച്, മുന്തിരിങ്ങയ്ക്ക് ഞാൻ വയലറ്റും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ കൊടുത്തത്. എന്നിട്ട് മുണ്ടിനാണ് നമ്മൾ പെട്ടത്, കാരണം വൈറ്റ് കൊടുത്തു, അതിൻ്റെ മുകളിൽ പേൾ വൈറ്റ് കൊടുത്തു, എന്നിട്ട് ജസ്റ്റ് ആ വരയിൽ ഗോൾഡൻ കളർ കൊടുത്തു. പിന്നെ വാൽക്കണ്ണാടിക്ക് നമ്മളൊരു ബ്രോൺസ് കൊടുത്തിട്ട് ഗോൾഡൻ ഫിനിഷിങ് കൊടുത്തു ആ പിടിയിലുമൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു മനസ്സിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു കളറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ 2 മഞ്ഞയും നമ്മളിവിടെ പൂവിനായിട്ട് എടുക്കുന്നുണ്ട്. സാധാരണ മഞ്ഞയും പിന്നെ ലെമൺ യെല്ലോയും കൂടെ. അവസാനം ലെമൺ യെല്ലോ അതിന് മുകളിൽ ഒരു കോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം സാധാരണ നമ്മുടെ മഞ്ഞയില്ലേ ആ ഒരു മഞ്ഞ കൊടുത്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ലെമൺ യെല്ലോ കൊടുക്കണം. ഈ മഞ്ഞ കളർ ക്ലേയിലോട്ട് കൊടുക്കുമ്പോൾ ഒറ്റ കോട്ട് കൊടുത്താൽ പോരാ, ഒരു 2 കോട്ട് 3 കോട്ടെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഈ മൊട്ട് ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ജസ്റ്റ് അതെങ്ങനെയാണോ നമ്മൾ പച്ചയിലോട്ട് ചേർന്നല്ലേ ഇരിക്കണേ, അപ്പോൾ പച്ചയും മഞ്ഞയും കൂടെ ചേർത്ത് കലർത്തിയതിന് ശേഷം അത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈറ്റ് പച്ച അങ്ങനത്തെ ആ ഒരു രീതിയിൽ ഇനി 2 ഇല ചെയ്ത് കൊടുത്തു കേട്ടോ, കാരണം എനിക്ക് അവിടെ ഒന്നും ഇല്ലയെന്നൊരു തോന്നൽ. അപ്പം ഞാൻ ആ 2 ഇല ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഓറഞ്ച് കളർ വെച്ചിട്ട് ഹാപ്പി വിഷു എന്നുള്ളത് കളർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഹാപ്പി വിഷു വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല, ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. അത് ഹാപ്പി വിഷു എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ക്ലേ ഇങ്ങനെ കട്ട് ചെയ്ത് ഉരുട്ടിയിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി. എളുപ്പമാണ് ആ പരിപാടി. അപ്പോൾ ഹാപ്പി വിഷു എന്ന് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ കണി ഇരിക്കണേ ആ ഒരു ഫീല് കൊണ്ടുവന്നിട്ട് ആ ഒരു കളറും ഒക്കെ ചെയ്ത് നമുക്ക് എടുക്കുമ്പോൾ കറക്റ്റ് ഒരു കണിയുടെ എഫക്റ്റ് ഇല്ലേ. അപ്പോൾ ശരിക്കും വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ കാണാൻ ഒരു കണിയായില്ലേ, അപ്പോൾ കൊന്നപ്പൂവായില്ലേ. എളുപ്പമല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് കളർ ചെയ്താൽ മതി. ഇനി ഓരോന്ന് കളർ ചെയ്തതിന് ശേഷം ഷേപ്പ് ചെയ്തിട്ട് കളർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ അവസാനം ആ ഉരുളിക്ക് നന്നായിട്ട് ഗോൾഡ് ഫിനിഷ് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് നല്ല ഭംഗി എടുത്ത് നിൽക്കണമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തവണത്തെ വിഷുവിന് ഈ ഒരു ബോട്ടിൽ ചെയ്തെടുക്കാം. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം അവിടെ എത്തിക്കുക, അത്രേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.